ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് തിരുസഭ മാതാവ് പരിശുദ്ധ തൃത്വത്തിൻ്റെ തിരുനാൾ സന്തോഷത്തോടെ കൊണ്ടാടുകയാണ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം 3-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളാണ്. ഇന്നത്തെ തിരുനാൾ പരിശുദ്ധ തൃത്വത്തെക്കുറിച്ച് ധ്യാനിക്കാനും സ്നേഹിക്കാനും തൃത്വത്തെ മനസ്സിലാക്കാനുമുള്ള ഒരു ദിവസമാണ്. പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം, ഈ 3 പേരും ഒന്നായി തീർന്ന് ദൈവമായി മനുഷ്യനെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് ഈ തിരുനാൾ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ യേശുനാഥൻ്റെ ആഗമനത്തെക്കുറിച്ച്, അവിടെ നിന്ന് എന്തുകൊണ്ടാണ് അവിടെ നിന്ന് ഈ ലോകത്തിലേക്ക് അവതാരം ചെയ്തത് എന്നതിൻ്റെ അർത്ഥം യേശുനാഥൻ തന്നെ നിക്കോദേമോസിനോട് പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, അവൻ വഴി ലോകം രക്ഷപ്രാപിക്കാനാണ്. മാത്രമല്ല, തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ എത്രമാത്രം സ്നേഹിച്ചുവെന്ന് ആ സ്നേഹത്തിൻ്റെ പാഠം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ സുവിശേഷത്തിൽ ദൈവം വാക്കുകൊണ്ട് മാത്രം സ്നേഹിക്കുന്നവനല്ല, അവിടെ നിന്നൊരു പ്രവൃത്തിയിലൂടെ, അതായത് മനുഷ്യന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യാൻ അവിടെ നിന്ന് തയ്യാറാണ് എന്നുള്ള ഒരു ബോധ്യം കൂടി നമുക്ക് നൽകുന്നുണ്ട്. അതായത് ഒരു നൽകുന്ന ദൈവസ്നേഹത്തെയാണ് നമ്മൾ സുവിശേഷത്തിൽ കണ്ടുമുട്ടുന്നത്. അതായത് മനുഷ്യനെ സ്നേഹിച്ചതുകൊണ്ട്, തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം മനുഷ്യനെ സ്നേഹിച്ചതുകൊണ്ട് അവിടെ നിന്ന് ഈ ഏകജാതനെ തന്നെ നമുക്ക് നൽകുകയാണ്. അപ്പം പ്രകടമായൊരു സ്നേഹമാണ്. ഇന്ന് പലപ്പോഴും പ്രകടമായ സ്നേഹങ്ങൾക്ക് വലിയ വിലയില്ലാതെ വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെയാണ് നമ്മുടെ ദൈവം പോലും സ്നേഹം പ്രകടിപ്പിക്കുന്നവനായി മാറുന്നുണ്ടെന്നുള്ളൊരു ബോധ്യം നമുക്ക് നൽകുന്നത്. സ്നേഹം ആത്മാർത്ഥമായി ദൈവം പ്രകടിപ്പിക്കുകയാണ്. പിതാവായ ദൈവം മനുഷ്യനെ രക്ഷിക്കുന്നതിന് വേണ്ടി അവിടുന്ന് പുത്രനെ നൽകുകയാണ്. പുത്രനാകട്ടെ മനുഷ്യ ഹൃദയങ്ങളിലേക്ക്, അവൻ പുത്രനെക്കുറിച്ച് പറയുന്നത് അവൻ മുറിവുണക്കുന്ന സ്നേഹമാണ്. ആരെയും ശിക്ഷയ്ക്ക് വിധിക്കാൻ വരുന്ന ഒരു വിധിയാളനായിട്ടല്ല, മറിച്ച് സ്നേഹം കൊണ്ട് അവരെല്ലാം നേടാൻ വരുന്ന, ആ സ്നേഹം കൊണ്ട് മുറിവുണക്കാൻ വരുന്ന ക്രിസ്തുവിനെ കുറിച്ചാണ്. അവൻ്റെ രക്തം കൊണ്ടാണ് അവൻ ഈ മനുഷ്യരുടെ മുറിവുകൾ ഉണക്കുന്നത്. പരിശുദ്ധാത്മാവാകട്ടെ ഈ നൽകപ്പെടുന്ന സ്നേഹമായ പുത്രനെ സ്വീകരിക്കാൻ മനുഷ്യൻ്റെ ഹൃദയങ്ങളെ ഒരുക്കുന്ന ദൈവമാണ്. അപ്പം നൽകുന്ന ദൈവം, ജീവിതത്തിൽ മുറിവുകൾ ഉണക്കുന്ന ഒരു ദൈവം, ഈ സൗഖ്യത്തെ സ്വീകരിക്കാൻ നമ്മുടെ ഹൃദയങ്ങളെയും ആത്മാവിനെയൊക്കെ ഒരുക്കുന്ന ഒരു ദൈവം, അത് പരിശുദ്ധാത്മാവ്. അപ്പോൾ ത്രിത്വിക ദൈവം സ്നേഹത്തിൻ്റെ പൂർണ്ണതയെ നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്. അത് ഈ സുവിശേഷം അടിവരയിട്ട് പറയുന്നുണ്ട്. നിക്കോദേമോസിനോടാണ് പറയുന്നത്. അതും ഇരുട്ടത്താണ് നിക്കോദേമോസ് നിൽക്കുന്നത്. മനുഷ്യൻ ജീവിതത്തിൻ്റെ ഇരുള് നിറഞ്ഞ ജീവിത വീതിയിൽ നിൽക്കുമ്പോൾ, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഈ രാത്രിയിൽ വരുന്ന നിക്കോദേമോസിനെ നമ്മൾ കാണുന്നത്, ഈ നിക്കോദേമോസിന് ഭയമാണ് പകല് വരാൻ. ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടുമെന്നുള്ള ബോധ്യമുള്ളത് കൊണ്ട് അവൻ ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല. കാരണം അദ്ദേഹം അവിടുത്തെ സെൻഹദ്രീൻ എന്ന് പറയുന്ന വലിയൊരു സംഘത്തിലെ, യഹൂദ സംഘത്തിലെ ഒരു തലവനാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം ക്രിസ്തുവിനെ കാണാൻ വരുമ്പോൾ അവിടെ ഉള്ളവർ സ്വാഭാവികമായും ഇദ്ദേഹത്തിനെതിരെ തിരിയാം. അവിടെ ഉണ്ടായിരുന്ന ഇദ്ദേഹത്തിൻ്റെ സ്ഥാനമാനങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകാം. അത് ഭയന്നിട്ടാണ് ഇദ്ദേഹം രാത്രിയിൽ വരുന്നത്. അപ്പോൾ ഈ രാത്രിയിൽ വരുന്ന നിക്കോദേമോസ് ഭയത്തെയും അവൻ്റെ ജീവിതത്തിലെ നഷ്ടപ്പെടലിനെയൊക്കെ സൂചിപ്പിച്ചാണ് നിൽക്കുന്നത്. പക്ഷെ അവൻ വരുന്ന ക്രിസ്തുവിൻ്റെ അടുക്കിലേക്കാണ്. അപ്പം ഇരുളടഞ്ഞ ലോകത്തിൽ ക്രിസ്തു നൽകുന്ന വലിയൊരു പ്രകാശമാണ് ഈ ക്രിസ്തുവിൻ്റെ സ്നേഹം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇരുളടഞ്ഞ ലോകത്ത് വന്ന് നിൽക്കുന്ന നിക്കോദേമോസിനോട് യേശുനാഥൻ പറയുകയാണ്, ഈ ഞാനാവുന്ന പ്രകാശത്തെ ദൈവം നൽകിയിരിക്കുന്നത് ആരെയും ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെടുന്നതിന് വേണ്ടിയല്ല ക്രിസ്തുവിനെ നമുക്ക് നൽകിയത്, മറിച്ച് അവൻ വഴി ഈ ലോകത്ത് ജീവൻ സമൃദ്ധമായി ഉണ്ടാകുവാനാണ്. വിധിയാളനായിട്ടല്ല, സ്നേഹിക്കുന്നവനായിട്ടാണ് ക്രിസ്തു നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ഇത് ക്രിസ്തുവിൻ്റെ സ്നേഹം മാത്രമല്ല, പിതാവായ ദൈവമാണ് ഈ സ്നേഹം നമ്മുടെ മുമ്പിലേക്ക് വെളിപ്പെടുത്തി തരുന്നത്. പുത്രനായ ദൈവമാണ് ഈ സ്നേഹം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത്. പരിശുദ്ധാത്മാവായ ദൈവം ഈ സ്നേഹത്തെ സ്വീകരിക്കാൻ നമ്മുടെ ജീവിതത്തെ ഒരുക്കുകയാണ്. അങ്ങനെ ത്രിത്വിക ദൈവം ജീവിതത്തിൽ ഇടപെടുന്ന, നിരന്തരം മനുഷ്യനെ നയിക്കുന്ന ഒരു ദൈവമായി മാറും. അപ്പോൾ എവിടെയെല്ലാം മനുഷ്യന് തെറ്റുപറ്റിയിട്ടുണ്ടോ അവിടെയെല്ലാം ശിക്ഷയായിട്ട് കടന്നു വരുന്ന ദൈവത്തെക്കുറിച്ചല്ല, സ്നേഹമായ ജീവിതത്തിൽ കടന്നു വരുന്ന ദൈവത്തെക്കുറിച്ചാണ് സുവിശേഷം നമ്മളോട് സംസാരിക്കുന്നത്. നമുക്കറിയാം, ആദി മാതാപിതാക്കന്മാർക്ക് സകല സൗഭാഗ്യങ്ങളും നൽകുന്ന പിതാവായ ദൈവം. എന്നാൽ പിതാവായ ദൈവത്തിൻ്റെ വാക്കുകളെ ധിക്കരിച്ച് അവർ പാപത്തിൻ്റെ പടുകുഴിയിലേക്ക് വീഴുകയാണ്. അപ്പോൾ തന്നെ ധിക്കരിച്ചത് കൊണ്ട് അവരെ ശിക്ഷയിലേക്ക് കടത്തിവിട്ടി കൊല്ലാനല്ല ദൈവം തീരുമാനമെടുക്കുന്നത്, മറിച്ച് തൻ്റെ പുത്രനെ ആ ശിക്ഷയിലേക്ക് കടത്തിവിട്ടുകൊണ്ട് ഇവരെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്താനാണ് യേശുനാഥൻ്റെ വരവ് അവിടെ വരുന്നത്. പരിശുദ്ധാത്മാവ് അത് പൂർത്തിയാക്കാനായി സഹായിക്കുന്ന ദൈവ സാന്നിധ്യമായി മാറുകയാണ്. അപ്പോൾ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം, ഈ സ്നേഹം നമുക്ക് മനസ്സിലാക്കേണ്ട തൃത്വത്തിൻ്റെ തിരുനാൾ നമുക്ക് നൽകുന്നൊരു ബോധ്യവും അതാണ്. നമ്മൾ നിരന്തരം സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ദൈവം. ഇത് കേവലം ഒരു ചിന്ത മാത്രമല്ല തൃത്വം എന്ന് പറയുന്നത്, അത് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു തത്വചിന്തയൊന്നുമല്ല, അത് നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കേണ്ട സ്നേഹത്തിൻ്റെ അടയാളമാണ് ഈ തൃത്വം എന്ന് പറയുന്നത്. അപ്പോൾ എത്രമാത്രം ദൈവം നമ്മെ സ്നേഹിച്ചു എന്ന് നമ്മൾ ആത്മാർത്ഥമായി ചിന്തിക്കേണ്ട ഒരു ദിനമായി ഇത് മാറുന്നുണ്ട്. ഒരു നാടോടി കഥയുണ്ട്. അതായത് ഒരു മത്സ്യത്തെ പ്രണയിച്ച ഒരു ചെറിയൊരു കുരുവിയെക്കുറിച്ചുള്ള കഥയാണത്.
അപ്പോൾ വലിയൊരു ആഴക്കടലിൽ ജീവിച്ചിരുന്ന ഒരു മത്സ്യം, ആ മത്സ്യവും ഒരു കുരുവിയും തമ്മിൽ പ്രണയബന്ധത്തിൽ ഏർപ്പെടുകയാണ്. അപ്പോൾ ആദ്യം ഇവർ ഇത് മനസ്സിലാക്കുന്നില്ല, ഇത് എങ്ങനെ എവിടെ എത്തുമെന്നൊന്നും മനസ്സിലായി. 2 തലങ്ങളിലുള്ള ജീവജാലങ്ങളാണ്, സ്നേഹബന്ധത്തിലാറുകയാണ്. അവസാനമാണ് അവർ തിരിച്ചറിയുന്നത്, ഇവരൊന്നിക്കണമെങ്കിൽ ഒന്നുകിൽ കുരുവി ഈ വെള്ളത്തിലേക്ക് ഇറങ്ങി വരണം, അത് കുരുവിയുടെ മരണമാണ്. അല്ലെങ്കിൽ ഈ മത്സ്യം കരയിലേക്ക് വരണം, അതും മത്സ്യത്തിൻ്റെ മരണമായി തീരും. അപ്പം മരണം കൊണ്ടല്ലാതെ ഇവിടെ ഈ സ്നേഹത്തിൽ ഒന്നായി തീരാൻ സാധിക്കില്ല. രണ്ടും മനസ്സിലാക്കി അവർ ആ സ്നേഹബന്ധം അവിടെ ഉപേക്ഷിക്കുന്നതായിട്ടാണ് നമ്മൾ പിന്നീട് കാണുന്നത്. പക്ഷേ ക്രിസ്തുവിലേക്ക് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്, ഈ മനുഷ്യരാശിയെ രക്ഷിക്കാൻ, പാപത്തിൻ്റെ പടുകുഴിയുടെ വെള്ളത്തിൽ കടക്കുന്ന അല്ലെങ്കിൽ ആഴമാകുന്ന ഈ വലിയ സമുദ്രത്തിലേക്ക് ആണ്ടുപോയ മനുഷ്യനെ രക്ഷിക്കാൻ ക്രിസ്തുവാകുന്ന ഈ ജീവി, ഈ കുരുവിയെ പോലെ ക്രിസ്തു എടുത്തു ചാടുകയാണ് ഈ വെള്ളത്തിലേക്ക്. എന്നിട്ട് അവൻ്റെ സ്നേഹം കാണിക്കുകയാണ്. ആ പടുകുഴിയിലേക്ക് എടുത്തു ചാടി പാപം മുഴുവനും അവൻ സ്വീകരിച്ച് മനുഷ്യന് ജീവൻ നൽകുകയാണ്. സ്നേഹം അവൻ പ്രകടമാക്കുന്നുണ്ട്. ഈ കുരുവിയും ഈ മത്സ്യവും തമ്മിലുള്ള സ്നേഹം അതൊന്നു ചേരാതെ പോയത് ഒരാൾ ജീവൻ ത്യജിക്കാൻ തയ്യാറാകാത്തത് കൊണ്ടാണ്. എന്നാൽ ക്രിസ്തു ജീവൻ ത്യജിക്കാൻ തയ്യാറാവുകയാണ്. ആ പടുകുഴിയിലേക്ക് എടുത്തു ചാടാൻ തൻ്റെ മരണം പോലും കാരണമായേക്കുമെങ്കിലും എൻ്റെ മനുഷ്യരാശിയെ രക്ഷിക്കണമെന്നുള്ള ബോധ്യത്തോടെ അവൻ ആ മരണം എടുത്തു ചാടുകയാണ്. ഇത് തൃത്വം കാണിക്കുന്ന സ്നേഹമാണ്, പ്രകടമാക്കുന്ന സ്നേഹമാണ്. ഇന്ന് ലോകത്തിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പ്രകടമാക്കുന്ന സ്നേഹമാണ്. നമ്മുടെ സമൂഹങ്ങളിലായിക്കൊള്ളട്ടെ, കുടുംബത്തിലായിക്കൊള്ളട്ടെ, സ്നേഹം പ്രകടിപ്പിക്കാൻ പലർക്കും കഴിയുന്നില്ല. അവിടെയാണ് തൃത്വിക ദൈവം നമുക്ക് മാതൃകയായി മാറുന്നത്. ആ തൃത്വിക ദൈവം സ്നേഹത്തിൽ ഒന്നായിരിക്കുന്നത് പോലെ മനുഷ്യരാശിയോടും സ്നേഹം പ്രകടമാക്കുന്നുണ്ട്, അനുദിനം ആ സ്നേഹം പ്രകടമാക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ സ്നേഹം പ്രകടമാക്കുന്ന, സ്നേഹത്തിന് വേണ്ടി മുറിവേൽക്കപ്പെടാൻ മനസ്സുള്ള മനുഷ്യരായി മാറണമെന്ന് തൃത്വിക ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ക്രിസ്തുവിനെ നൽകുന്നത് വഴി ദൈവത്തിന് മുറിവേൽക്കുന്നുണ്ട്. പിതാവായ ദൈവം തൻ്റെ മകനെ ഈ മാനവരാശിക്ക് വേണ്ടി മരണത്തിന് വിട്ടുകൊടുക്കുമ്പോൾ അവൻ്റെ ഹൃദയം വല്ലാതെ മുറിപ്പെട്ടു പോകുന്നുണ്ട്. ക്രിസ്തുവാകട്ടെ മരണം മരിച്ചുകൊണ്ട് അവൻ്റെ മുറിവുകൾ കൊണ്ടാണ് നമുക്ക് സൗഖ്യം നൽകുന്നത്. പരിശുദ്ധാത്മാവായ ദൈവമാകട്ടെ തന്നെ പെന്തക്കോസ്തായിൽ തന്നെ അഗ്നിനാവുകളെ നമ്മെ നൽകിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അനുദിനം നടന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സ്നേഹത്തിൻ്റെ പൂർണ്ണത നൽകണം. അപ്പോൾ തന്നെ നൽകുന്ന സ്നേഹം, പ്രകടമാക്കുന്ന സ്നേഹം ഈ തൃത്വിക തിരുനാളിൽ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഈ തൃത്വത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഇത് കേവലം ഒരു മനസ്സിലോ അല്ലെങ്കിൽ ബുദ്ധിയിലോ മനസ്സിലാക്കി എടുക്കേണ്ട ഒരു ചിന്തയല്ല, മറിച്ച് ആത്മാവിൽ നമ്മൾ അനുഭവിക്കേണ്ട ദൈവത്തിൻ്റെ സ്നേഹമാണെന്നുള്ള ബോധ്യത്തിലേക്ക് കടന്നു വരാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ തൃത്വത്തിൻ്റെ സ്നേഹം നമ്മെ മുന്നോട്ട് നയിക്കട്ടെ. ആമേൻ.